ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു മേജറായിട്ടുള്ള ഒരു കാര്യം. അതായത് നമ്മുടെ വായിലെ ക്യാൻസർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊരു പേടി സ്വപ്നം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് ഇല്ലേ? എങ്ങനെ ട്രീറ്റ് ചെയ്യും, എങ്ങനെ ഇനി ലൈഫ് മുമ്പോട്ട് പോകും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പ്രിവെൻറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. മെയിൻലി പല്ലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വായിലെ ഷാർപ്പ് ടൂത്ത് അത് പലരും അവഗണിക്കുന്ന ഒന്നായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പം ഷാർപ്പ് ടൂത്ത് ഇങ്ങനെ ഒരഞ്ഞ് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മൂർച്ചയേറിയിരിക്കുകയല്ലേ, അപ്പോൾ അതിങ്ങനെ കവിളിൽ കൊണ്ടിട്ട് ക്രമേണ ആ മുറിവ് വരും. നമ്മളെന്തെങ്കിലും മെഡിസിൻ മേടിച്ച് കഴിക്കും, ചിലപ്പോൾ വേദന മാറും. വീണ്ടും ഇതിങ്ങനെ ഒരഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ മുറിവ് ഉണങ്ങാതെ വരും. ഈ മുറിവ് ഉണങ്ങാതെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അത് പതിയെ അവിടുത്തെ ആ സെൽസൊക്കെ മാറി തുടങ്ങിയിട്ട് ഒരു മെറ്റാസ്റ്റാസിസ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഗ്രോത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിൻലി നമ്മുടെ പാൻപരാഗ്, അതേപോലെ സ്മോക്കിങ്, പാൻ ചൂയിങ്, ഇതെല്ലാം നമുക്ക് എന്ത് പറ്റും? നമ്മളെ ക്യാൻസർ കോസിങ്ങിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ്. പലരും യങ് ഏജിലായിരിക്കുമ്പോഴേ ഒരു രസത്തിന് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകും. അങ്ങനെ യൂസ് ചെയ്ത് പിന്നെ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പം നമ്മൾ ഒരു പാൻപരാഗ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഇങ്ങനെ ചുണ്ടിനിടയിലൊക്കെ വെക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും നമ്മളത് ഡെയിലി വെക്കുക. അപ്പോൾ അത് വെക്കുന്ന ആ ഒരു ഏരിയ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെഡിഷ്നെസ്സിലോട്ട് പോവും, അല്ലെങ്കിൽ ഒരു വൈറ്റിഷ് കളർ, റെഡിഷ്നെസ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ലീഷൻ ചേഞ്ചസിലോട്ട് പോകും നമ്മുടെ ഓറൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ചേഞ്ച് വരുന്നതിനനുസരിച്ച് എന്ത് പറ്റും? അവിടെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലോട്ട് ആദ്യം ഓറൽ ലിക്വിപ്ലിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കാം, അത് ബെനൈനായിരിക്കാം. അത് ആ ഒരു കണ്ടീഷൻ മാറി എന്ത് പറ്റും? മാലിഗ്നൻസിയിലോട്ട് കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള നമ്മൾ ഈവൻ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും അതിൻ്റെതായ റിലവൻസ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ എന്തൊരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ വന്നാലും നമ്മുടെ വായ്ക്കകത്ത് അതിൻ്റെ അകത്തുള്ളൊരു സിംറ്റം കാണിക്കും. നമുക്ക് ഓറൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഓറൽ മാനിഫെസ്റ്റേഷൻ അതിനകത്ത് കാണും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വേറൊന്നും വേണ്ട, നമ്മൾക്ക് ഒരു ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ ഇതുവരെയും ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്ത് നമ്മുടെ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വന്നു, നേരത്തേന്നും കൂടുതലായിട്ട് അഴുക്ക് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ളൊരു ടീത്ത് നമ്മുടെ വായ്ക്കകത്ത് വന്നു ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈവൻ ഡെൻറ്റിസ്റ്റ് തന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? നമ്മൾ പറയും നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ടായിരിക്കും പേഷ്യൻ്റ് പോവുക. പക്ഷേ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അയാൾ ഡയബറ്റീസ് ഉണ്ടാകുന്നൊരു സിറ്റുവേഷൻ. കാരണം ഇതൊക്കെ ഈവൻ നമ്മൾ ഡയബറ്റീസ് പരമായിട്ട് നമ്മുടെ ഗംസിൽ കാണുന്ന ഒരു ചേഞ്ചസ് ആണ്. ഗം ഡിസീസസ് കൂടുതലായിട്ട് ഡയബറ്റീസ് പേഷ്യൻസിൽ കാണുന്നുണ്ട്. അതിവിടെ എല്ലാ ഡിസീസസിനും ഇതേപോലെ ഒരു ഓറൽ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 months കൂടുമ്പോഴത്തേക്ക് നമുക്കൊരു റൂട്ടീൻ ഒരു ചെക്കപ്പ് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് അത്യാവശ്യമായൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് ചിലപ്പം നമുക്കൊരു വായിലോ ലീഷനുണ്ട്, പക്ഷെ നമുക്ക് പെയിനോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളത് അവോയ്ഡ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. പക്ഷേ ഈവൻ നമ്മൾ ഇങ്ങനെ ഒരു ചെക്കപ്പിനൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു ലീഷൻ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ വായ്ക്കകത്ത് നമ്മൾ കാണുന്നത്. അപ്പോഴത്തേക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ആ പേഷ്യൻറ്റിനെ നമുക്ക് കുറച്ച് നാൾ കൂടി അവരുടെ സർവൈവൽ റേറ്റ് അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി അവരുടെ ആ ഒരു പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകുന്നതിനേക്കാൾ അവരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി തൊട്ട് എല്ലാവരും ഒരു മിററിൽ നോക്കിയിട്ട് എൻ്റെ വാക്യത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ വാക്യത്തുണ്ടോ എന്ന് ശ്രദ്ധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇതോടുകൂടി ടോപ്പിക്ക് അവസാനിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.